ഹായ് ഫ്രണ്ട്സ്, മഴയുണ്ടോ അവിടെയൊക്കെ? ഇവിടെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു 3 ദിവസമായിട്ട് നിർത്താതെ പെയ്യുന്ന മഴയാണ്. രാവിലെ ഒന്നുമില്ല, രാത്രി ഒന്നുമില്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചെടിച്ചട്ടിയിലൊക്കെ വെള്ളം നിറഞ്ഞു. അതിൽ ആ ചെടിച്ചട്ടിയിൽ ഓട്ടയിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ആ വെള്ളം അങ്ങനെ നിറഞ്ഞ് നിൽപ്പുണ്ട്. അതിന് വെള്ളം ഒഴിച്ച് കളയണം, ഇല്ലെങ്കിൽ അത് ചെടി ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും വീടിനകത്ത് വരുന്ന നോക്കുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടെങ്കിലും പുറത്തിറങ്ങാൻ ഭയങ്കര മടി. പോരാത്തതിന് എനിക്ക് ജലദോഷവും പനിയും. അപ്പോൾ ഇന്ന് ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു ഒന്ന് പുറത്ത് പോകാമെന്ന്. പക്ഷേ ഇതൊക്കെ കൊണ്ട് ഈ കാലാവസ്ഥയും പിന്നെ വയ്യായ്കയൊക്കെ കൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും മോൾക്ക് ഒരേ നിർബന്ധം പോകണം. കാരണം അടുത്ത ആഴ്ച മിഡ് ടേം എക്സാം, അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് എക്സാം, അതിനിടയ്ക്ക് പോകാനൊന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോകാമെന്ന് തീരുമാനിച്ചു. ഇറങ്ങിയപ്പോഴത്തേക്കും മോനൊന്ന് വന്ന് വീണിട്ട് അവൻ്റെ ചുണ്ട് മുറിഞ്ഞു. അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ആ ചുണ്ട് മുറിഞ്ഞതാണ് കാണിച്ചു തരുന്നത്. പല്ല് തട്ടി പല്ലിൽ നിറയെ രക്തമൊക്കെ ആയി. പക്ഷേ ഞാൻ വിചാരിച്ചു പല്ല് പൊട്ടിപ്പോയെന്ന്. പക്ഷേ പല്ലിനൊന്നും പറ്റില്ല, ചുണ്ടാണ് മുറിഞ്ഞത്. ഇതാണ് മോളുടെ ഡ്രസ്സ്. നിങ്ങളെ വീട്ടിലെ പെൺമക്കളുള്ള അമ്മമാർക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുമെന്ന് തോന്നുന്നു. നമ്മൾ ഏത് ഡ്രസ്സ് ഇടണ്ടെന്ന് പറയുന്നോ അത് അവരന്ന് അതേ ഇടുകയുള്ളൂ. ഏതിടണ്ടെന്ന് പറയുന്നോ അതിടും. ഏതിടാൻ പറയുന്നോ അത് അവരിടുകയില്ല. അതങ്ങനെ ഒരാൾ. പിന്നെ ഇത് ചേട്ടൻ ഷൂസിനകത്ത് വല്ല തിരുപ്പുണ്ടോന്ന് തപ്പുന്നതാണ്. അത് തപ്പി അരിച്ച് പറിക്കാൻ അതിനകത്തൊന്നും ഇല്ലെന്ന് ഉറപ്പായാലും ഷൂസ് ഇടുകയുള്ളൂ. അപ്പോൾ ഏതായാലും ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങൾ ആദ്യം ഒരു സിനിമയ്ക്കാണ് ബുക്ക് ചെയ്തത്. സിനിമയുടെ റിവ്യൂ ഒന്നും അധികം കണ്ടില്ല. പക്ഷേ കിഷ്കിന്ത കണ്ടം സിനിമയുടെ സംവിധായകൻ്റെ മൂവിയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്തായാലും പോയി കാണണമെന്നുണ്ടായിരുന്നു. എക്കോ എന്നാണ് സിനിമയുടെ പേര്. പറയാതിരിക്കാൻ വയ്യ. പ്രമുഖരായ നടന്മാരൊന്നുമില്ല. എന്നാൽ പോലും സിനിമയുടെ കഥ കൊണ്ട് സിനിമയ്ക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കിതിൽ കൂടെ മനസ്സിലാക്കാൻ കേട്ടോ. അത്രയ്ക്കും നല്ലൊരു സിനിമ. പറ്റുവാണെങ്കിൽ കാണണേ നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ കോവളത്ത് ടേസ്റ്റ് ഓഫ് കേരളയിൽ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഔട്ട്ഡോർ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷേ മഴ ആയതുകൊണ്ട് ഔട്ട്ഡോറിൽ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. ആസ് യൂഷ്വൽ മോനിന്നും ഫ്രൈഡ് റൈസാണ്. അവന് സൈവയാണെങ്കിൽ അവനെപ്പോഴും ഞാൻ അതേ കൊടുക്കും. സൈവയാണെങ്കിൽ വന്നിട്ട് ഈ മെനു കാർഡ് അരിച്ച് പറക്കിയിട്ട് ലാസ്റ്റ് എപ്പോഴും ഫ്രൈഡ് റൈസ് തന്നെയാണ് പറയുന്നത്. ഏതായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. പക്ഷേ എനിക്കിന്ന് ഈ ജലദോഷം ആയതുകൊണ്ടായിരിക്കും ഒന്നും ടേസ്റ്റ് തോന്നിയില്ല ഒന്നിനും. അങ്ങനെ ഞാൻ ഫുഡ് പകുതി വെച്ച് നിർത്തിയിട്ട് എണീറ്റു. ബാക്കിയൊക്കെ പാഴ്സൽ ചെയ്തെടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഫോണിൽ മോനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും അവ എപ്പോഴും നിങ്ങൾക്ക് ബൈ തരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.